അപ്പൊ ബിപിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരന്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? നിന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. വയസ്സാൻ കാല നിനക്ക് ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായം ആയിട്ടില്ല. നിന്റെ തള്ളയുണ്ടോ നിനക്ക് പറഞ്ഞ അവിടെ? നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേരെ. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ പെണ്ടി. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഇനി വേറെ ഒരുത്തി, അതായത് ഒരു ശ്രീലത ലത എന്നാണ് ആ പരമനാറിയുടെ പേര്. നീ ചാണകം തേച്ച് മെഴുകു അല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളിത് ഒന്നിനും രണ്ടിനും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ. കേട്ടാ, നീ എന്റെ സുന്ദരിയാണ്, കുറെ ഓടിയൊരു വണ്ടിയാണല്ലോ നീ. നിന്നെ കണ്ടാലറിയാം. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. ആഷിക്ക് അവൻ എന്റെ ഒരു പടമൊക്കെ എടുത്തിട്ടെ. ആഷിക്ക്, നിനക്ക് അമ്മയുണ്ടോ വീട്ടില്? നിന്റെ അമ്മയൊരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടാ. പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ നിന്റെ അമ്മയ്ക്ക്. ആഷിക്ക്, അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അതോ നീ എന്റെ തല വെട്ടി വെച്ചില്ലേ? നിന്റെ തല വെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ തല വെട്ടി വേറെ ഏതെങ്കിലും പടം എടുത്ത് വെക്കാൻ എനിക്ക് അറിയാൻ വയ്യാണ്ടൊന്നുമില്ല കേട്ടാ. നീ എന്റെ തല വെട്ടി വെച്ചിട്ടില്ലേ? നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണകം തുണി ഇല്ലാത്ത നിന്റെ തലയുടെ പുറത്ത് കൊണ്ടുപോയിക്കടാ നായേ. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? ശരിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ കേട്ടാ. ഓമന കേവി, അയ്യോ ഓമന പോലത്തെ മുഖമുള്ള എന്റെ ഓമന കുട്ടിയെ സുഖാണാ? സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ കേട്ടാ ഓമനെ. മല്ലികയുടെ ഡയലോഗ് അത് ശരിയാ. മല്ലിക ജീവിക്കുന്നത് പോലെ ഒന്നുമല്ല ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളേ കേട്ടാ. അതുകൊണ്ട് അവരുടെ ഡയലോഗത്തിൽ എനിക്ക് സത്യമായിട്ട് വരാൻ പറ്റൂല, യാതൊരു സംശയമില്ല. അതെങ്ങനെ വരാൻ പറ്റും? ഞാൻ മാന്യം വലുതായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാ. വേഷം രാജാവിന്റെ, സ്വഭാവം പിച്ചക്കാരന്റെ. ഇനി എങ്ങനെ എല്ലാവരോടും പറയണോ അവനെ? ഇനി നീ ഇതിന്റെ പുറകെ എഴുതണം കേട്ടാ. മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നെ, എന്നെ അതിലും പേരെ ഞാൻ 2 മുഴം കയറെടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ. മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായ. പാലായിന്ന് കൊച്ചിക്ക് വരുമ്പോഴേ ഈ പ്രവാഹന്റെ ഒരു പുണ്ണാക്കും ഇല്ലായിരുന്നു. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണം. ബസ്സിലടാ ആദ്യം ഈ മല്ലികയൊക്കെ സാധാരണക്കാരിയായിരുന്നു. നീ അതൊന്നും പറഞ്ഞു പഠിക്കല്ലേ. സത്യഭാമയും സാധാരണ ഒരു പോലീസുകാരന്റെ മകളായിരുന്നു, മനസ്സിലായി? ഇപ്പൊ ഞാൻ ജാഗൂറിലെ പോണ. എപ്പോഴോ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിന്റെ കൂടെ കലാമണ്ഡലം പോടാനായേ. അവന്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എന്റെ വീഡിയോയുടെ അടിയിൽ എന്തിനെ കൊണ്ടുവന്ന് എടുത്തു വെച്ചങ്ങോട്ട് കിടച്ച അതിന്റെ മുമ്പിൽ കൂടെ പോയ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെയാണ് നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ അമ്മയ്ക്കൊക്കെ കിട്ടിയത് സർട്ടിഫിക്കറ്റ്? നിന്റെ അമ്മ കല്യാണം കഴിച്ചതേ അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് നിന്നെ ഉണ്ടാക്കിയത്? ആണോടാ? കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ല. ജനിക്കുകയാണെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കടാ ലിനു കേട്ടാ. എന്നിട്ട് നീ പറഞ്ഞിട്ട് വാ. നിന്റെ അമ്മയ്ക്കുള്ളതിനൊക്കെ ഒന്നും കൂടുതലില്ലടാ എനിക്ക്. അല്ലെങ്കിൽ നീ ഒന്ന് നോക്കിട്ട് വാ കേട്ടാ. ഫൗസിയ സുബീർ ഇവനൊരു 2.25-കാരനാണല്ലോ. ഇവന് തികച്ചില്ല എന്നൊരു സംശയമുണ്ട് പേര് കേട്ടിട്ട്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. 2.25 ഇതല്ല, ഇതിനപ്പുറം എഴുതും. അതാണ് അതിന്റെ ഒരു കഥ. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ല. നീ ആദ്യം 3 തികച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടാ. എന്റെ പേര് കേൾക്കുമ്പോൾ എനിക്കല്ല നീ ആരാന്നുള്ളത്. ഇവന് വട്ട